വൈകുന്നേരം ഞാൻ എന്താ ഒരു കത്തിയൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന്. വൈകിട്ട് ഇന്ന് 8 മണിയായി. അപ്പം ചോറ് കുറച്ചിരിപ്പുണ്ട്. അപ്പം ചോറ് തിന്നാനൊരു മൂടില്ല. അന്നേരം ഓർത്തെന്നാൽ എന്താ വൈകിട്ട് ചെയ്യുന്നേ. അങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് വൈകുന്നേരം എന്നും സാധാരണ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്നപ്പോൾ ഒരു സ്പെഷ്യലും ഉണ്ടെന്ന്. അപ്പം നമുക്കിന്ന് ആ സ്പെഷ്യലൊന്ന് ചെയ്യാമെന്ന് കണ്ട്. എന്താണെന്ന് സ്പെഷ്യൽ നിങ്ങൾക്ക് മനസ്സിലായോ? കത്തി കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഓർക്കും വല്ല പോത്തോ വല്ലതും ആയിരിക്കും. പോത്തൊന്നും അല്ല കേട്ടോ. നമ്മുടെ മലയാളി കടയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന കപ്പയാണ്. ഈ കപ്പ എപ്പോഴും ഒന്നും നമുക്കിവിടെ കിട്ടാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ നമ്മുടെ മലയാളി കടയിൽ ഈ കപ്പ വരാറുള്ളൂ. പിന്നെ എന്തായാലും പോയപ്പം കപ്പ കിട്ടി. 2 കിലോ കപ്പ കിട്ടി. നമുക്കതിൽ ഒരു കപ്പ എടുത്ത് വൈകുന്നേരം നമുക്കൊന്ന് പുഴുങ്ങാം. ആദ്യം നമുക്കിതിനെ ഒന്ന് മുറിക്കാം. നമുക്ക് ഇതിൻ്റെ മൂടൊക്കെ ഒന്ന് കണ്ടിട്ട് പുഴുങ്ങുവാണേ, വേവിക്കുന്നില്ല. വൈകുന്നേരം ആയതുകൊണ്ടേ. ഒന്നാമത്തെ കാര്യം വേവിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മീനും ഇറച്ചിയൊന്നും കിട്ടത്തില്ല. ഇവിടെ നവരാത്രി സീസൺ ആയതുകൊണ്ട് കടകളെല്ലാം അടഞ്ഞു കിടക്കും. അതുകൊണ്ട് നമ്മൾ വേവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വൈകിട്ട് പുഴുങ്ങാം. കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട. പൊളിക്കാമേ. നല്ല കപ്പയാന്ന് തോന്നുന്നു കണ്ടിട്ട്. പെട്ടെന്ന് തൊലി ഉരിയുന്നുണ്ട്. പൊടി കിട്ടുന്ന സമയത്ത് വാങ്ങിച്ച് വേവിക്കുവോ പുഴുങ്ങുവോ ഒക്കെ ചെയ്യും. ഇവിടെ എല്ലാവർക്കും വേവിക്കുന്നതാണ് ഇഷ്ടം, ഞാനൊഴിച്ച്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഒരല്പം പുഴുങ്ങാൻ നമുക്ക്. കണ്ടേ മുറം കൊള്ളാം. ഇഷ്ടപ്പെട്ടു? കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാണുന്ന എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണം. അല്ലേ നമ്മുടെ വീഡിയോ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇപ്പം എല്ലാം ഏകദേശം പൊളിച്ച് തീരാനായി. കേടൊന്നും നമുക്കിനി പോണം. കപ്പ കഴുകാം ഇനി നമുക്ക്. കപ്പയ്ക്കുള്ള വെള്ളമേ നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. വെള്ളം ചൂടാകട്ടെ. അപ്പോഴത്തേക്ക് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോഴത്തേന് വെള്ളം ചൂടാകും. വെള്ളം കളയാനില്ല നമുക്ക്. അപ്പോഴത്തേക്ക് ഇന്നത്തെ ചമ്മന്തിക്കുള്ള മുളക് കൂടെ നമുക്ക് ഈ വെള്ളത്തിലും കഴുകിയെടുക്കാം. മുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കാം. കപ്പ വേകുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കുന്നത് ചെറിയ ഉരൽ. അതിട്ട് പൊട്ടിച്ച് മുളക് ഇങ്ങനെ ഇട്ടാൽ മതി. ചമ്മന്തി ഇച്ചിരി ഏറെ ഉണ്ടാക്കാം. കപ്പ അടിക്കേണ്ടിയില്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് ചമ്മന്തി. അത് നമുക്ക് ചമ്മന്തി മുളക് ഉപ്പിട്ട് നമുക്ക് ഇടിക്കാം. മുളക് ഇടിയത്തുള്ളൂ, കണ്ണി തെറിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ അടച്ച് വെച്ചിരിക്കും. ഇടിയുന്നുണ്ട് നല്ലപോലെ. നമുക്കിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുവാന്ന്. സവാളയാണ് ചേർക്കുന്നേ. അതിനോട് ഇടിക്കുക.
ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം. എരിയായിരിക്കും. ഇത് തൈരും കൊണ്ട് നല്ലതായി സംബന്ധിക്കും. എന്നിട്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിന് ശേഷം അതിനകത്ത് ഉപ്പ് ചേർക്കത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചിലർ നേരത്തെ ഉപ്പിടും, പക്ഷെ കപ്പ വെന്തിട്ട് നമുക്കിതിനകത്ത് ഉപ്പിടാം. കപ്പ വേകട്ടെ. ഉപ്പിടുവാന്ന് കപ്പ മുക്കാലും വെന്ത് നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കപ്പ ഊറ്റാം. കപ്പ നല്ലപോലെ വെന്ത് കേട്ടോ. നമുക്കിന്ന് കപ്പ ഊറ്റാമേ. ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. നല്ല കപ്പ കേട്ടോ, നല്ലപോലെ വെന്ത് സൂപ്പർ കപ്പ. വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കട്ടെ ഉപ്പുണ്ടോ. ഉപ്പുണ്ട്. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. KPL ശുദ്ധി കോക്കനട്ട് ഓയിൽ. മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ച എണ്ണയാണ്. കുറപ്പ് ഒഴിച്ച് കൊടുക്കാം. മുളകിന് നല്ല എരിവുണ്ട്. ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് സംബന്ധി എല്ലാം റെഡിയായി. ഇനി നമ്മൾ കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് എടുക്കുകയാണ്. നല്ല സൂപ്പർ കപ്പയാണ്. വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ കപ്പയാണ്. നല്ല പൊടി കപ്പയാണ്. നമ്മൾ ഓർത്ത് നല്ലതായിരിക്കത്തില്ലെന്ന്, പക്ഷേ നല്ല സൂപ്പർ കപ്പയായിരുന്നു. നമ്മൾ കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കപ്പ? ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്? എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാം. ഓക്കേ.